അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം ഒരുപാട് കാലം ജീവിക്കണം എന്നാണ്. ദീർഘായുസ് കിട്ടണേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത്, ആഗ്രഹിക്കാറുള്ളത്. എത്ര വയസ്സായാലും ഇനിയും ജീവിക്കണം എന്നാണ് കൊതിയുണ്ടാവുക. എന്താണ് ദീർഘായുസ് കിട്ടുവാനുള്ള മാർഗമെന്ന്? ഒരുപാട് മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റിസ്ക് വർദ്ധിക്കാൻ, നമ്മുടെ ഉപജീവനം വർദ്ധിക്കാൻ, നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ, നമുക്ക് ദീർഘായുസ് കിട്ടാൻ ഒരുപാട് മാർഗങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഫൽയസിൽ റഹിമഹു എന്നാണ്. കുടുംബ ബന്ധങ്ങൾ ചേർത്തുക എന്നാണ്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് കാണുന്നത്. ഇന്ന് ഈ ന്യൂജൻ സോഷ്യൽ മീഡിയ തരംഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും നേർക്കുനേരെയുള്ള കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന പ്രവണതകൾ കുറയുന്നതോടൊപ്പം തന്നെ സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ ഒക്കെ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശിക്കുമാരുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ 23 വയസ്സുകാരൻ തൻ്റെ ഉമ്മയെ കൊന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ 23 വയസ്സുകാരൻ പറഞ്ഞ മറുപടി എൻ്റെ ഉമ്മ ക്രൂരമായൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്താണ് ഉമ്മ ചെയ്ത തെറ്റ്? എന്നെ നൊന്ത് പ്രസവിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ എന്നോട് ചെയ്ത തെറ്റ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നത് എന്ന് പറയാൻ മാത്രം. അത്രമാത്രം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്താണ് മെച്ചം? കുടുംബബന്ധങ്ങൾ ചേർത്താൽ ദീർഘായുസ് ഉണ്ടാകും, ഉപജീവനം വർദ്ധിക്കും. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ രോഗിയായി കിടന്നാൽ അവരെ സന്ദർശിക്കുക, കുടുംബക്കാരോട് സലാം പറയുക, കുടുംബക്കാരുടെ പരിപാടികളിൽ പങ്കെടുക്കുക, കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ക്ഷണം സ്വീകരിക്കുക. കുടുംബക്കാരിൽ മരിച്ചാൽ, മറ്റുള്ളവർ മരിച്ചാൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. കുടുംബക്കാർ മരിച്ചാൽ കുടുംബക്കാരനാണ് എന്ന ബോധത്തോടു കൂടി അത് അവരെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. കുടുംബക്കാരിൽ ആവശ്യക്കാർക്ക് സ്വതക്ക ചെയ്യുവാനുള്ള പ്രേരണയും പ്രവർത്തനവും ഉണ്ടാവുക. കുടുംബക്കാരിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സംരക്ഷണം ഏറ്റെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. എന്നിങ്ങനെ നല്ല നല്ല കാരുണ്യ, ജീവകാരുണ്യ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും വ്യാപിക്കേണ്ടതുണ്ട്. നമുക്കങ്ങനെ ദീർഘായുസ് വർദ്ധിപ്പിക്കാം, ഉപജീവനം വർദ്ധിപ്പിക്കാം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.